മാസപ്പടി കേസിൽ അന്വേഷണം തുടരാമെന്നാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതായത് വീണയെ പറ്റിയുള്ള അന്വേഷണം യാതൊരു തരത്തിലും തടസ്സപ്പെടരുത് എന്നുള്ളത് കോടതിക്ക് പോലും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇവിടെ തലയിലോട്ട് കാര്യം കയറാത്ത, തലയിൽ ആൾതാമസമില്ലാത്ത കമ്മികൾക്ക് മാത്രമാണ് എന്നല്ലേ ഇതിന് മനസ്സിലാകുന്ന കാര്യം. പ്രിയൻ ഇന്ന് രാവിലെ മെയിൻ റോഡിൽ കൂടെ, അതായത് സൗത്ത് ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് കടവന്ത്രയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഇ ഡിയുടെ ഓഫീസ് ഉള്ളത് കേട്ടോ. അവിടെ ഫുൾ ബാരിക്കേഡ്, ഒരിക്കലും കാണാത്തൊരു ബാരിക്കേഡ്, പോലീസുകാർ കസേരയിലിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം കാറ് മുന്നോട്ട് എടുത്തു കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന് പോലീസുകാർ വെച്ച് എന്താ ഇവിടെ വല്ല ആക്ഷനും വരാൻ പോകുന്നുണ്ടോ SFIക്കാരുടെ? അങ്ങനെയൊന്നുമില്ല മാഡം, ഒന്നും അറിഞ്ഞു. പിന്നെ എന്താ സാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് പരിചയമുണ്ടല്ലോ പോലീസുകാർ. അപ്പം ഇല്ല മാഡം, ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു ഇന്ന് ആക്രമണം മുഴുവൻ നടക്കാൻ പോകുന്നത് ഇവിടെ നമ്മളുടെ സിറ്റി, ഹാർട്ട് ഓഫ് ദ സിറ്റി എറണാകുളത്താണ് ഇന്ന് ആക്ഷൻ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുമ്പിൽ കൂടെ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആരും വന്നില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവർക്ക് കാര്യം മനസ്സിലായി. ഈ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ നമ്മുടെ അവിടെ നിന്നുള്ള കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരിപ്പോൾ ജയിലിൽ കിടക്കാണല്ലോ. അവർക്ക് ആർക്കും തന്നെ ജാമ്യം കൊടുത്തിട്ടില്ല. ജാമ്യം ഒട്ട് കിട്ടാനും പോകുന്നില്ല. ഇനി ചോറെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അവിടെ പോയി ഇപ്പോൾ ഡൽഹിയിലേക്കൊക്കെ കേസ് മാറുകയാണെങ്കിൽ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കൊടുത്തിരിക്കുന്ന കരിമണൽ കർത്തയുടെ ഇത് കമ്പനിക്ക് മാത്രമാണ് വെള്ളിയാഴ്ച വരെ EDയുടെ റെയ്ഡും മറ്റുള്ള നടപടികളും ഇല്ലാതിരിക്കുന്നത്. ബാക്കി ആർക്കും തന്നെ ആരുടെയും കുടുംബത്തിൽ കയറാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനായിട്ടും ഒരു തടസ്സവുമില്ല എന്ന്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പോലീസുകാരെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ബിനു എന്ന് പറയുന്ന ആൾ. ബിനു മുട്ടയും കൊണ്ട് പോകുമ്പോൾ അടുത്ത് നിൽക്കുകയാണ്, തടയുന്ന പോലും ഇല്ല. എന്തെന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? 240 അക്കൗണ്ടാണ് ശ്രീമതി വീണ തൈക്കണ്ടിയുടെ പേരിലുള്ളത്. എന്തിനാണ് ഇത്രയധികം അക്കൗണ്ട്? ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? ഷോൺ ജോർജ് ചോദിക്കുന്നുണ്ട് 1,75,00,000 എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അല്ല, 2.25 കോടിയോളം രൂപയാണ് അനധികൃതമായിട്ട് ഇവർ സമ്പാദിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? ഈ ചീമുട്ട എറിയാൻ നടക്കുന്ന ആൾക്കാർക്ക് പോലും കിട്ടേണ്ട കാശല്ലേ മകൾക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെന്ത്? ഇവിടെ വീണ തൈക്കണ്ടിക്ക് എതിരെ സംരക്ഷണ വലയം തീർക്കുവാൻ വേണ്ടിയല്ലേ വയ്യാത്ത പിണറായി. സങ്കടം തോന്നിട്ട് ശരിക്കും അങ്ങനെ നിവർന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഒരു പരിരക്ഷ, പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ഒരു പരിരക്ഷയുണ്ടല്ലോ. ആ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട്, പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ട്. ഇപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം താമസിക്കുന്നില്ല, കണ്ടോൺമെൻറ്റ് ഹൗസിൽ താമസിക്കുന്നില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞു മരപ്പട്ടി ശല്യം കൊണ്ട് അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസിൽ താമസിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് 1 മിനിറ്റ് വൈകിയാൽ വന്ന് മരപ്പട്ടി മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുകളിൽ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഉടനെ VD സതീശൻ അന്ന് താമസിക്കുന്നത് കണ്ടോൺമെൻറ്റ് ഹൗസിലാണല്ലോ. അദ്ദേഹം പറഞ്ഞു ഇവിടെയും മരപ്പട്ടി ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം 60,000 രൂപ എന്ന് പറയുന്നു. പക്ഷേ 5 ബെഡ്റൂമുള്ള സിറ്റിയുടെ നടുക്കുള്ള ഒരു വീടിന് 60,000 രൂപ കൊടുത്താൽ മതിയോ? പറഞ്ഞു കേട്ടത് മിനിമം 2 ലക്ഷം രൂപയെങ്കിലും ആവുമെന്നൊക്കെ. അപ്പൊ ആരെങ്കിലും ഇതുപോലെ വീണ തൈക്കണ്ടിക്ക് പ്രത്യുപകാരത്തിന് അദ്ദേഹത്തിന്റെ വീടാണത്. അതെ, എത്രയാണ് MLA-മാരുടെ ശമ്പളം? എത്രയാണ് പ്രിയൻ? MLA-യുടെ ശമ്പളം എത്രയാണ്? 80,000 രൂപയാണ്. നമുക്ക് പിന്നെ കുറച്ച് അലവൻസുകൾ അവർ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ക്ലർക്കുമാർക്കൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും വലിയ വീട് വച്ചിട്ട് ഈ മനുഷ്യൻ സാധാരണ ജനങ്ങളുടെ സഖാവെന്ന് പറയുന്ന ഭൂശ്വാസികൾക്കെതിരെ സമരം ചെയ്ത് വന്ന ഈ മനുഷ്യൻ ആ കണ്ടോൺമെൻറ്റ് ഹൗസും കൂടെ വച്ചിരിക്കുന്നു. അതായത് സിറ്റിയുടെ നടുക്ക് 2 വീട്. എന്തിനാണ് പ്രിയൻ? ആ കണ്ടോൺമെൻറ്റ് ഹൗസ് വാടകയ്ക്ക് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മരപ്പട്ടി ശല്യം ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് ഗവൺമെൻറ് 2-3 ലക്ഷം രൂപ വയ്ക്കാമല്ലോ. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാമല്ലോ. ഞാനിവിടെ താമസിക്കുന്നില്ല, ഞാൻ അത് വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ എനിക്ക് തരേണ്ട ഒഫീഷ്യൽ റെസിഡൻസ് നിങ്ങൾ എടുക്കൂ. ഇത് കൂടാണ്ട് AKG സെൻറ്ററിലും 2 ഫ്ലാറ്റ് വച്ചിട്ടുണ്ട്. MLA ക്വാർട്ടേഴ്സിലും എടുക്കുമായിരിക്കും 2 ഫ്ലാറ്റ്. ഇത് എന്താണ് പ്രിയൻ? ഇത്രയും വലിയ എന്താ പറയുന്നത്, ബൂഷ്വാ ഫ്യൂഡൽ രാജാക്കന്മാർ പോലും ഇങ്ങനൊരു ജീവിതം ആ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നയിച്ചിട്ടില്ല. പക്ഷേ ഇത് കുറച്ച് കൂടിയ കാര്യമാണെന്നാണ് പറയുന്നത്. നമ്മൾ തുടങ്ങിയത് ഈ ഹൈക്കോടതി സ്റ്റേ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ വീണ തൈക്കണ്ടിക്ക് എതിരെയുള്ള കേസുകളുമായി മുന്നോട്ട് പോകാമെന്ന് ഒരു പ്രശ്നവുമില്ലാണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കലാപഭൂമിയാകാൻ പോകുന്നത് എറണാകുളമാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ഹൈക്കോടതി നിൽക്കുന്നത് എറണാകുളത്താണ്. EDയുടെ ഓഫീസും എറണാകുളം സിറ്റിക്കുള്ളിൽ തന്നെയുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ആയിട്ടാണ് പോലീസുകാരും മറ്റും ഇരുത്തുന്നത്. പോലീസുകാർക്കൊക്കെ പറയുകയാണെങ്കിലേ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി?
എപ്പോഴാണ് ഇവർ ചാടി വരിക എന്നറിയില്ലല്ലോ. മാത്രമല്ല ലക്കും ലഗാനും ഇല്ലാത്ത പോലെയല്ലേ വരുന്നത്. കാരണം സ്വന്തം നേതാവിന് വേണ്ടിയിട്ട് അവരങ്ങനെ വിചാരിക്കുന്നു. ചാവേറുകളൊക്കെ പോകും. കറക്റ്റ്, ചാവേറുകൾ പോലെ ഞങ്ങൾക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, നേതാവിൻ്റെ മകളെ, പ്രസ്ഥാനമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു സ്വന്തം തൊഴിലിടത്തിൽ ഏറ്റവും അനീതിപരമായിട്ട്, അതായത് അച്ഛന് വേണ്ടിയിട്ട് കൈക്കൂലി റൂട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം കുട്ടികൾ മാത്രമല്ല കേട്ടോ, കൗൺസിലർമാരായിരുന്ന വ്യക്തികൾ, ഇവരുടെ MLA-മാരായിരുന്ന ആൾക്കാർ, പാർട്ടി സെക്രട്ടറിമാർ, എന്തിന് അഖിലേന്ത്യാ സെക്രട്ടറി വരെ ഡൽഹിയിൽ സമരം ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എറണാകുളം കാര്യത്ത് സൂക്ഷിച്ചിരിക്കൂ, നിങ്ങൾക്കാണ് ഇനിയിട്ട് പാര വരാൻ പോകുന്നത്. സൗത്ത് ഓവർബ്രിഡ്ജ് ഇറങ്ങിയിട്ട് കടവന്ത്രയിലേക്ക് പോകാനുള്ളവർ ഒന്ന് ഡീറ്റൂർ ചെയ്തിട്ട് പോയിക്കോളൂ. ചീമുട്ട ഒരു കാറിന് നേരെ വെച്ചിരിക്കുന്നത് ചുടുകല്ല്, ഇരുമ്പുപടി കാര്യങ്ങളൊക്കെ നമ്മളുടെ നേർക്കും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവർക്ക് എപ്പോഴാണ് ഇവർ ആക്രമാസക്തരാണെന്ന് പറയാനെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ ഫോർ എ ചേഞ്ച് കോൺഗ്രസ്സുകാർ വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്, കോൺഗ്രസ് ഗവൺമെൻറ് ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രം ED എന്ന് പറയുകയാണെങ്കിൽ സെൻട്രൽ മിനിസ്റ്ററുടെ താഴെ വരുന്നതാണ്. കൃത്യമായ അറിവുകളില്ലാണ്ട് അവർ വരില്ല. പലരും പറഞ്ഞു അതെന്തായി ഇതെന്തായെന്ന്. പക്ഷേ കൃത്യമായ അറിവും ആ സംവിധാനവും ഉപയോഗിച്ച് തന്നെയാണ് ED വന്നത്. പ്രിയൻ സജി ചെറിയാൻ പറയുണ്ടായി, ഇന്ന് ഞാൻ കേട്ടു 9 മണിക്കൂറോളം ഭക്ഷണം കഴിക്കാൻ വിട്ടില്ലെന്നേ, മൂത്രം ഒഴിച്ചില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങേര് തന്നെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്നെ ഇവരൊന്നും കണ്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ആ കണ്ണൂർ സ്ലാങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛൻ അവിടെ ഇരിക്കുന്നു, മകൾക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നു, മകളുടെ അവിടെ താമസിക്കുന്നു, അതിൽ അദ്ദേഹം പറഞ്ഞ് എന്നെ ഒന്നും ചെയ്തില്ല, ആവശ്യത്തിന് ഭക്ഷണവും കഴിച്ചു, എന്തായാലും മരപ്പട്ടിയൊന്നും ഇല്ലാത്ത വീടായത് കാരണം നല്ല ഭക്ഷണവും കഴിച്ചു, നന്നായിട്ട് കിടന്നുറങ്ങാം. പിന്നെ അവരുടെ ഏറ്റവും പ്രശ്നം ഫോൺ ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. എന്തിനാണ് ഫോൺ? പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് റെയ്ഡെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം ഫോണാണ് സറണ്ടർ ചെയ്യണത്. എങ്ങനെയാണ്? ഫോൺ ഇല്ലാഞ്ഞിട്ട് തന്നെ ഇവർ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചു അല്ലേ? ഫോണും കൂടി ഉണ്ടെങ്കിൽ, ഫോൺ ഇല്ലാണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നിയമസഭ കൂടുന്ന സമയമല്ലല്ലോ. അദ്ദേഹത്തിന് ആഹാരം കഴിക്കാനുള്ളത് കഴിച്ചു, അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ളത് വിശ്രമിച്ചു, അതിനൊന്നും ഒരു തടസ്സവും നിൽക്കില്ല. അദ്ദേഹം കിടക്കണമെങ്കിൽ കിടക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കുക. 82 വയസ്സായൊരു വന്ധ്യ വയോധികനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലേ അല്ല ED കേസ്. അപ്പോൾ കോടതി കൂടെയാണ് ഇപ്പോൾ ഇവിടെ ന്യായം നടപ്പാക്കുന്നത്, ഭരിക്കുന്നവരിൽ കൂടെയല്ല. കോടതിയുടെ ഒരൊറ്റ വിശ്വാസ്യതയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ വിശ്വാസ്യതയാണ് ഇന്നത്തെ ഹർജിയിലും നമ്മൾ കണ്ടത്. ഹർജി കൊടുത്തവർക്ക് ഒരു സാവകാശം കൊടുത്തു. ഹർജി കൊടുക്കാതെ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ പേരിലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. അവർക്ക് EDക്ക് റെയ്ഡ് ചെയ്യണമെങ്കിൽ റെയ്ഡ് ചെയ്യാം, അവർക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു വരുത്താം, എല്ലാ കാര്യങ്ങളും. പിന്നെ എറണാകുളത്തേക്ക് വിളിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടത്, വീണാ തേക്കൻ്റെ ചോദ്യം ചെയ്യാൻ. അതിൻ്റെയും കൂടെ ഒരു ചൂടിലായിരിക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 50 മീറ്ററോളം ബാരിക്കേഡ് റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുക. പല സമരങ്ങളിലും പങ്കെടുക്കുകയും പല സമരങ്ങളും കാണുകയും ചെയ്തൊരു എനിക്ക് തോന്നുന്നു പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അടുത്ത് ലക്ഷ്യം CPM ആക്രമിക്കാൻ ലക്ഷ്യമിട്ടേക്കുന്നത് കൊച്ചി ED ഓഫീസാണ്. അതെ, അത് എങ്ങനെ ആക്രമിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും? റോക്കറ്റ് ലോഞ്ചർ എങ്ങാനും കൊണ്ടുവച്ച് ആക്രമിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അല്ല മിസൈലും കൊണ്ടുവച്ചാണെങ്കിൽ അവന്മാർ ആക്രമിക്കും. അല്ലെങ്കിൽ മറ്റേ കാർ ബോംബ് അഫ്ഗാനിസ്ഥാനികളൊക്കെ ചെയ്യും പോലെ കാർ ബോംബ് കൊണ്ട് ഇടിച്ചു കയറ്റുമെന്നൊന്നും അറിയാൻ പറ്റില്ല. അത്ര ഭീകരന്മാർ, അത്രയ്ക്ക് പോലീസ് സന്നാഹം ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. വീണ എറണാകുളത്തേക്ക് വരുത്തുന്നു നമ്മൾ കേട്ടു. പിന്നെ നമ്മൾ ഓർക്കേണ്ടത്, ചിലപ്പോൾ അതിന് മുന്നോടിയായിട്ടായിരിക്കും ഇവിടെ ഓൾറെഡി തന്നെ ഒരു സംവിധാനം റോഡ് സൈഡിൽ തന്നെ പോലീസ് നടപ്പാക്കി അതിന് സുരക്ഷയൊരുക്കി, ഓഫീസിനും സുരക്ഷയൊരുക്കി, പൊതുജനങ്ങൾക്കും സുരക്ഷയൊരുക്കി ഇരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.